ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദേനെ നന്ദിനി വിളിക്കുകയാണേ. നന്ദിനി വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീയും നിന്റെ ഗുണ്ടാ ഭർത്താവും കാരണം എൻ്റെ ഭർത്താവ് ഇവിടെ അടി കൊണ്ട് ചതഞ്ഞ് കിടക്കാണ്. അപ്പോൾ അച്ഛൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛനിപ്പം മകൻ്റെ പക്ഷത്താണല്ലോ, അതുകൊണ്ട് ഗുണ്ടാ വിളയാട്ടമായിട്ട് അച്ഛന് നടക്കുകയാണ്. ഇപ്പോൾ കൊട്ടേഷൻ ടീം തുടങ്ങിയാലേ അത്ഭുതമുള്ളൂ. നീയൊക്കെ കാരണം എൻ്റെ ഭർത്താവ് ഇവിടെ പഞ്ഞി പോലെ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയുടെ ദേഷ്യം മുഴുവൻ വേദയുടെ നേർക്ക് തീർക്കുകയാണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ദർശനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാണല്ലോ. ദർശനാണെങ്കിൽ വിളിച്ച് പോലീസുകാരോട് പറഞ്ഞത് വേണം, ഒരു ഉപദ്രവമോ ഒന്നും കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്, പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി അങ്ങ് വേദനെ ഒരുപാട് അങ്ങ് ഇതാക്കുകയാണ് കേട്ടോ, ദേഷ്യം പിടിപ്പിക്കുകയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേദ ഫോൺ വെക്കുകയാണേ. ഇതൊക്കെ അറിഞ്ഞ വേദയാണെങ്കിൽ പിന്നെ വിക്രമിനെ വിളിക്കുകയാണ് കേട്ടോ. വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രം, ഞാൻ CCTV ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൻ സ്വിച്ചും ഓഫ് ആക്കിയിട്ടുണ്ട്. 12 മണിക്ക് ശേഷം നിങ്ങൾ ഇവിടേക്ക് എത്തിയാൽ മതി. വരുമ്പോൾ തന്നെ എനിക്കൊന്ന് മിസ് കോൾ വിടണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ ഈ സംഭവങ്ങളൊക്കെ പറയാണ്. അതായത് അച്ഛനും അതുപോലെ തന്നെ വിനായകനും ഒക്കെ അടി കിട്ടിയ കാര്യങ്ങളും പോലീസുകാരൻ വിക്രത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വിക്രം പുറത്തേക്ക് ഇറങ്ങുമെന്നും അങ്ങനെ വിക്രമിനെ പിടികൂടാനാണ് അവരുടെയൊക്കെ പ്ലാനുകൾ എന്ന് മനസ്സിലാക്കുന്ന വേദ കാര്യങ്ങളൊക്കെ വിക്രമിനെ അറിയിക്കുകയാണേ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, പാവം എൻ്റെ അച്ഛൻ, ഞാൻ കാരണം ഏട്ടന്മാരും കൂടെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ടല്ലേ, ഞാനങ്ങ് പിടികൊടുത്താലെന്ന് പോലും ആലോചിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പിടികൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്? സത്യം എന്തായാലും തെളിയിക്കണ്ടേ, ഇതിന് പിന്നിൽ ആരാണെന്ന് വിളിച്ചത് കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ പിന്നെ വരുണിൻ്റെ കൊലപാതകമായിട്ട് എന്തും ആ ഒരു പേര് നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ സത്യങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും, എത്രയും പെട്ടെന്ന് വിക്രം ഇവിടേക്ക് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് അവസാനം വിക്രം തീരുമാനിക്കുകയാണ്. കാരണം തൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ തൻ്റെ ഏട്ടന്മാരെയും ഉപദ്രവിച്ച SIക്ക് എന്തായാലും ഉടനെ തന്നെ ഒരു പണി കൊടുക്കണം, അല്ലെങ്കിൽ വിക്രമിന് കിടന്നാൽ ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ വിക്രം ഇഷിതയോട് വേദയുടെ വീട്ടിലേക്ക് പോകാൻ ഇറക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ, ഒരു മണിക്കൂർ എനിക്ക് കാറിൻ്റെ ചാവി ഒന്ന് തരുമോ, ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം, ഒരാളെ കാണാനുണ്ട്, അർജന്റാ, വേദ പോലും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പോണോ, വേദ പറഞ്ഞിട്ടില്ലേ വേറെ എവിടേക്കും പോകണ്ടെന്ന്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത്യാവശ്യ കാര്യമാണ്, വേദ പോലും അറിയരുത്, ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ, അതിൽ കൂടുതലൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് ഇഷിതയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മുടെ വിക്രം കാറുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേസമയത്ത് SI ആണെങ്കിൽ വർഷയുടെ അച്ഛനൊക്കെ ഒപ്പത്ത് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. വിക്രം എന്തായാലും പുറത്തേക്ക് വരും, അതിനുള്ള പണികൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ്റെ അച്ഛനെ നോക്കുമ്പോൾ അവനും സ്വാഭാവികമായിട്ടും പൊള്ളും, അതുകൊണ്ട് തന്നെ അവൻ കളത്തിലേക്ക് ഇറങ്ങിക്കോളും, പിന്നെ നമുക്ക് പിടികൂടാൻ എളുപ്പമാണ്. ആ പുള്ളിക്കിനെ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും, അതുകൊണ്ട് അതിനു മുൻപ് തന്നെ നമ്മൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കണം എന്നൊക്കെയുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ വളരെ ഗാഢമായി തന്നെ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ആ ഒരു കള്ളുകൂടി പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോലീസുകാരൻ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണേ. ഈ സമയത്ത് വഴിയിൽ കാത്തു നിൽപ്പുണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വിക്രം, മുഖംമൂടിയൊക്കെ അണിഞ്ഞ്. അങ്ങനെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ആരാടാ നീ, ആരാ, ഏതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം അടിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ. വിക്രമിൻ്റെ കാല് സുഖമില്ലാതിരുന്നിട്ട് പോലും ആ ഒത്തി നടക്കാൻ ഉപയോഗിച്ച ആ വലിയ വടി കൊണ്ട് നമ്മുടെ പോലീസുകാരൻ്റെ കാല് തല്ലി ഒടിക്കുകയാണ്. ഇതേ സമയത്ത് പിടിപിടി നടക്കാൻ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ പിടിവലിക്കുന്നതിനിടയ്ക്ക് പോലീസുകാരൻ വിക്രമിൻ്റെ കാല് പിടിച്ചൊടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ കാലിന് നല്ല പരിക്ക് സംഭവിക്കുന്നുണ്ട്. ആ ബുള്ളറ്റ് കയറിയതായതുകൊണ്ട് തന്നെ കാല് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, അതിലൂടെ ബ്ലഡ് ഇങ്ങനെ വാർന്നൊഴുകുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം വിക്രം പോലീസുകാരനെ തല്ലി ചതച്ചതിന് ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ നേരെ ഇഷിതയുടെ അടുക്കിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇഷിത ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണേ. ഈ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇപ്പം ഇനി അടുത്ത കേസ് ആവത്തില്ലേ, എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കാനുള്ള പരിപാടിയല്ലേ, ഇത് വേദ അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുറിവിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വേദയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇരുവരും കൂടെ വേദയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വേദയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇഷിത ഫോൺ ചെയ്യാനുണ്ടോ, അങ്ങനെ അവിടേക്ക് വരികയാണേ.
അങ്ങനെ വേദയാണെങ്കിൽ ആരും എണീറ്റിട്ടില്ല, അല്ലെ എല്ലാവരും ഉറക്കമാണെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ വിക്രമിനെയും കൂട്ടി പോവുകയാണ്. ആ സമയത്ത് വിക്രമിന് കാലിന് നല്ല പെയിൻ ഉണ്ട്, നല്ല വേദനയും ഒക്കെ തോന്നുകയാണ് കേട്ടോ. സമയത്ത് വേദ ചോദിക്കുന്നത് എന്താ പറ്റിയ, പെട്ടെന്ന് എന്താ ഇത്ര വേദന, കാലിന് എന്താ സുഖമില്ലാതെ, നല്ല ബ്ലഡൊക്കെ വന്നിട്ടുണ്ടല്ലോ പാൻസിലൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഇഷിത നടന്ന കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ. ആ സമയത്ത് വേദയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അല്ലടോ താനെങ്ങനെ വിളിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അച്ഛനെയും അവരെയൊക്കെ ഇങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എന്നെക്കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല, എനിക്കിട്ട് തരുന്ന പോലെയല്ലേ അവൻ അതെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പറയുമ്പോൾ വിക്രമിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ ചെയ്തു പോയതാണെന്ന് കരുതി വേദയും വിക്രമിനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രമിനാണെങ്കിൽ ഒട്ടും തന്നെ നടക്കാൻ കഴിയില്ല കേട്ടോ, നല്ല പെയിനായിരിക്കും. അങ്ങനെ വേദ തൻ്റെ തോളിൽ വിക്രമിൻ്റെ കൈ പിടിച്ച് വിക്രമിനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ റൂമിൽ ചെന്ന് വിക്രമിൻ്റെ കട്ടിലിലൊക്കെ കിടത്തുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ സേഫാക്കി റൂമിലാക്കിയിട്ട് മെയിൻ സ്വിച്ചൊക്കെ ഓണാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും, അതായത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വിക്രത്തിന് കാലിന് നല്ല പെയിൻ വരികയാണ് കേട്ടോ. ആ സമയത്ത് വേദയാണെങ്കിൽ കാലെല്ലാം എടുത്ത് തോളിലും ഇങ്ങനെ വേദയുടെ തോളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുഴമ്പൊക്കെ തിരുമ്പി കൊടുക്കുകയാണേ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും വേദയും വിക്രമും പിന്നെ കാണിക്കുന്നതെല്ലാം ഇവരുടെ റൊമാൻസൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരാഴ്ചത്തെ വീക്കെൻഡ് പ്രോമോയിൽ കാണിക്കുന്ന മൊത്തം ഇരുവരുടെയും പ്രണയമായിരിക്കും കേട്ടോ. നല്ല നല്ല മുഹൂർത്തങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ഇത്രയും നാളും പറയാതെ വെച്ചിരുന്ന തങ്ങളുടെ ഉള്ളിലെ സ്നേഹവും പ്രണയവും ഒക്കെ തുറന്ന് കാണിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പുളിക്കനെ പിടികൂടണമെന്നും പുളിക്കന് സത്യങ്ങൾ അറിയാൻ പുളിക്കനാണ് ഇതിൻ്റെ എല്ലാം ആണിക്കല്ല് എന്നൊക്കെ മനസ്സിലാക്കുന്ന വേദ പുളിക്കൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് പുളിക്കനെ പിടികൂടി കാര്യങ്ങളുടെ ചെറിയൊരു രേഖാചിത്രം തയ്യാറാക്കണം. ഇതിപ്പോൾ വാസൻ വിക്രമിൻ്റെ മേലിൽ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിക്രമിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വാസവനാണ് ആദ്യം സത്യം മനസ്സിലാക്കേണ്ടത്, വിക്രമല്ല വരുണിനെ കൊന്നത് എന്ന് വാസവൻ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വിക്രമിനോട് വേദന ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം വേദനയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും വേദനയുണ്ട്, ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കാലെല്ലാം കരിയത്തില്ലായിരുന്നോ, ഇതിപ്പോൾ കൂനുമേ കുയൂന്ന് പറഞ്ഞ അവസ്ഥയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു ആശ്വാസമായത്, ഒരു സമാധാനമായത്. എൻ്റെ അച്ഛനെയും എൻ്റെ വീട്ടുകാരെയും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സമ്മതിക്കില്ല, ഞാൻ വെറുതെ ഇരിക്കില്ല. അവനെ ഇപ്പോൾ കിടന്ന് കഷായിക്കുന്നുണ്ടായിരിക്കും, അവനിപ്പോൾ മനസ്സിലാക്കണം എൻ്റെ കുടുംബത്തിൽ തൊട്ട് കളിച്ചാൽ തിരികെ വെച്ച് പണി കിട്ടുമെന്ന് അവൻ മനസ്സിലാക്കണം, അവൻ അറിയണം എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, എല്ലാം ശരിയാ, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതും കൂടെ മോനെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമിന് പിന്നെയും നല്ല പെയിനൊക്കെ ഉണ്ട് കേട്ടോ. പെയിൻ കില്ലറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നല്ല വേദനയുണ്ട്. അമ്മാതിരി തിരിയായിരിക്കും നമ്മുടെ പോലീസുകാരൻ കാല് പിടിച്ച് വളച്ചു പിടിച്ചത്. അങ്ങനെ പിന്നീട് രാവിലെ വേദയുടെ അമ്മയാണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കാൻ കേട്ടോ. ഈ സമയത്ത് മുറി പെട്ടെന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മുടെ വേദ പോവുകയാണ്. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയണം. അങ്ങനെ പതിയെ ഇരുന്ന് വേദ കഴിക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് കഴിക്കുകയാണ്. അങ്ങനെ വേദയുടെ പാത്രത്തിൽ വന്നതെല്ലാം നമ്മുടെ വിക്രമിന് വേണ്ടി അടിച്ചു മാറ്റി വെക്കുകയാണ്. ദീപ്തിയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇതിനോടകം ശ്രമിക്കുന്നുണ്ടെങ്കിലും ദീപ്തി വഴങ്ങുന്നില്ല കേട്ടോ. വരുണിൻ്റെ കൊലപാതകം ദീപ്തിനെ വല്ലാതെ മാനസികമായിട്ട് തന്നെ തളർത്തിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു ചെറിയ റിലീഫ് കിട്ടാതെ ദീപ്തി വേദയ്ക്കൊപ്പം കൂടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ ഭക്ഷണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മമ്മി ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് നീ കഴിച്ചു കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കിനും വിക്രമിനോട് പറയണത്, ഇപ്പം കിട്ടിയത് ഇത്രേ ഉള്ളൂ, ഇത് കഴിച്ച് വയറ് നിറച്ചോ എന്ന് പറയണേ. ഞാൻ കാരണം തനിക്കും ബുദ്ധിമുട്ടായില്ലേ, ഞാൻ ഓർത്ത ഇവിടെ ഒന്നും വേണ്ടായിരുന്നു, മറ്റെവിടെയെങ്കിലും പോകാമായിരുന്നു, മറ്റേതെങ്കിലും സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ തനിക്കൂടെ അതൊരു ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ എൻ്റെ കടമയല്ലേ, ഞാൻ ചെയ്ത് തരേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഫുഡൊക്കെ കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് വിക്രമിനാണെങ്കിൽ കഴിക്കാനൊന്നും പറ്റണില്ലേ, നല്ല വേദന ഉണ്ടായിരിക്കുക. ആ സമയത്ത് വേദ പറഞ്ഞിട്ട് സാരില്ല ഞാൻ വാരി തന്നോളാം എന്ന് പറഞ്ഞിട്ട്
വിക്രമിന് വാരി കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം കണ്ണിലൂടെയൊക്കെ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ടൈറ്റിൽ സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു ഫീലിങ്സ് തന്നെ ആയിരിക്കും കേട്ടോ ആ ഒരു സമയത്തൊക്കെ ഇവരുടെ ആ ഒരു പ്രണയാത്രമായ നിമിഷങ്ങളൊക്കെ കാണിക്കുമ്പോൾ. അങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദർശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദർശനോട് സഹായമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് പുള്ളിക്കലിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ വിക്രമല്ല ഇത് ചെയ്തതെന്ന് വാസുവിനെ ബോധ്യപ്പെടുത്തണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദ ഇങ്ങനെ വിക്രമിനോട് വരാതെ സംസാരിച്ചിരിക്കുക. വിക്രമും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരുടെ പ്രണയ നിമിഷങ്ങളും അങ്ങനെ ഇവർ കണ്ടുമുട്ടിയ കാര്യങ്ങൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവ വികാസങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാണ് ഇവിടെ വിട്ടിട്ട് പോകാനൊക്കെ തീരുമാനിച്ചതെന്നുള്ള ചോദ്യവും നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറഞ്ഞിട്ട് ഇനി അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ എൻ്റെ ഏട്ടൻ്റെ കളികളായിരുന്നു. അച്ഛനെ തട്ടിക്കൊണ്ട് പോയതും അതുപോലെ എന്നെ തടവിലാക്കിയതും അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ്. ആ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിയതാണ്, അല്ലാതെ ഒരിക്കലും വിക്രമിനെ വിട്ട് ഞാൻ പോയതല്ല. പോകണമെങ്കിൽ ഇതിനോടകം എനിക്ക് എത്രയോ മുൻപ് തന്നെ പോകാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും തന്നോടും തൻ്റെ കുടുംബത്തോടുമുള്ള ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും മനസ്സിലാക്കുന്ന വിക്രം വേദനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പോലീസുകാർ, അതായത് ഒരു ദിവസം ഇങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഡോറിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ശങ്കരനാരായണനാണെങ്കിൽ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ആ ഡോറ് മുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം പെട്ടെന്ന് ആ ഡോറിൻ്റെ അവിടെ നിന്ന് മാറി, അതായത് റൂമിൽ നിന്നും മാറി ആ ശരിയുടെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് എന്താ ഒരു സംസാരം, ഇവിടെ എന്തോ സംസാരിക്കണ പോലെ കേട്ടു. ഈ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ? ഈ മുറിയിൽ ആരാച്ച? ഇവിടെ ആരുമില്ല, ഞാൻ ഫോൺ ചെയ്തായിരുന്നു, ചിലപ്പോൾ അച്ഛന് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സംശയത്തോടു കൂടി ശങ്കരനാരായണ ആ റൂമിലേക്ക് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന് ചെറിയൊരു ഡൗട്ട് വരികയാണ്. വേദ ഇനി വിക്രമിനെ ഒളിപ്പിച്ചിട്ടുണ്ടോ, ഈ വീട്ടിൽ തന്നെ ഉണ്ടോ ആ കള്ളൻ എന്ന ഒരു സംശയം തോന്നുന്ന ശ്രീകാന്ത് ആണെങ്കിൽ മറ്റാരെയും അറിയിക്കാതെ പോലീസുകാരോട് വീട് സെർച്ച് ചെയ്യാൻ പറയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരന്മാർ വരുമ്പോഴത്തേനും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എൻ്റെ വീട് സെർച്ച് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്, ഞങ്ങൾക്ക് അവനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കോർട്ട് ഓർഡറാണ്, എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തണ്ട, നമുക്കറിയാലോ ഇവിടെ ആരും ഇല്ലാന്ന്, അതുകൊണ്ട് അവർ കയറി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വീട് മുഴുവൻ അരിച്ചു പറക്കാണ് കേട്ടോ നമ്മുടെ പോലീസ് ഏമാമാർ. അങ്ങനെ നമ്മുടെ പോലീസുകാരനാണെങ്കിൽ വേദയുടെ റൂമിലേക്ക് വരികയാണ്. അങ്ങനെ വേദയുടെ ആ ഒരു മുറിയിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഡോറിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാരൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് കയറുകയാണ് കേട്ടോ വിക്രം. ഈ സമയത്ത് നമ്മുടെ വേദയുടെ കൈ ആ ഒരു കതകിൻ്റെ ഡോറിൻ്റെ ആ ഒരു സൈഡിൽ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷെ അത് കാണാതെ വിക്രം പെട്ടെന്ന് ആ ഒരു ഡോർ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒച്ച വെക്കാതെ പെട്ടെന്ന് ആ വേദന കടിച്ചമർത്തി നിൽക്കുന്ന വേദന നമുക്ക് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ പോലീസുകാർ പോയതിനു ശേഷം ഇങ്ങനെ കൈ നോക്കുമ്പോൾ കൈയെല്ലാം ആകെ നീര് വെച്ച് ആകെ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാന്ന് മനസ്സിലാക്കുന്ന പോലീസുകാരന്മാരാണെങ്കിൽ പിന്നീട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ പിന്നെ ഇവിടെ പോയി ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. ഇവിടെ ഇല്ലെങ്കിൽ അവൻ എവിടെ ആയിരിക്കും, എന്തൊക്കെയോ ചതികൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്, ആരുടെയൊക്കെയോ കളികൾ ഇതിനിടയിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, വേദയുടെ റൂമിൽ നിന്നും ഇടയ്ക്ക് ഒരു ശാപശബ്ദം കേട്ടിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് പോലീസുകാരന്മാർ തന്നെ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞല്ലോ. പിന്നെ അവർ ഡൗട്ട് അങ്ങ് വിടുകയാണ്. അങ്ങനെ പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടെറസിൻ്റെ മുകളിലും അങ്ങനെ മാറി മാറി വിളിക്കാനായിട്ട് വിക്രം അങ്ങനെ അവിടെ നിന്നും കുറച്ച് അകലെയായിട്ട് മാറി നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ തിരികെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വിക്രം. തിരികെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. ആ സമയത്ത് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ വിക്രമിന്. ആ ഒരു സമയത്തായിരിക്കും വേദയുടെ കൈ ഇങ്ങനെ ചുമന്ന് തുടുത്തി ഇങ്ങനെ ഇരിക്കണ കാണുന്നത് കേട്ടോ, മുറിഞ്ഞൊക്കെ ഇരിക്കണ കാണുന്നത്. അപ്പോൾ ഇതെന്താടോ, ഇതെന്താ പറ്റിയത് എൻ്റെ കൈക്ക്, ഇന്നലെ ഇവരൊരു കുഴപ്പമില്ലാണെങ്കിൽ ഇത് എന്ത് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ കാര്യം പറയാൻ കേട്ടോ. അതായത് പോലീസുകാരൻ വന്നപ്പോൾ ആ ഡോറിൻ്റെ അവിടെ വേദയുടെ കൈ ഉണ്ടായിരുന്നു, അത് കാണാതെ പെട്ടെന്ന് വിക്രം അടച്ചതാണെന്ന് ഇങ്ങനെ പറയാനുണ്ടോ. അത് കേൾക്കുമ്പോൾ വിക്രമിന് ഒരുപാട് സങ്കടമാകുകയാണ്, താൻ കാരണമാണല്ലോ എന്നോർത്തിട്ട്. അങ്ങനെ വേദന കൈ പിടിച്ച് തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓയിൽമെൻറ്റ് പുരട്ടി തരട്ടെ, നല്ല പെയിൻ ഉണ്ടായിരിക്കുമല്ലേ, ഞാൻ അറിഞ്ഞില്ലടോ എന്നൊക്കെ പറയണം. അതൊന്നും സാരമില്ല, ചെറിയൊരു വേദനയുള്ളൂ, അതൊക്കെ ഇപ്പം മാറിയെന്നേ എന്നൊക്കെ നമ്മുടെ
വേദയും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വിക്രമിന് അത് ഒരു വിശ്വാസം പറഞ്ഞില്ല. വിക്രം വന്നിട്ട് ഒരു ഓയിൽമെൻറ്റൊക്കെ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേദയ്ക്ക്. അത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. വേദയുടെ മനസ്സിൻ്റെ മുറിവും ഉണങ്ങാനൊരു കാരണമാകാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇരുവരും കൂടെ ചേർന്ന് പുളിക്കനെ പിടികൂടുന്നൊക്കെയാണ്. അങ്ങനെ സത്യങ്ങൾ പുറത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംശയാസ്പദമായിട്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് വേദയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. വേദ പോകുന്നിടവും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വേദയുടെ ഒരു കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നില്ല നമ്മുടെ ശ്രീകാന്തിന്. അവസാനം വേദ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അതായത് വേദയുടെ ഏട്ടനാണ് ഇതിനെല്ലാം ഉത്തരവാദി, എല്ലാം ചെയ്തെന്ന് 100% തെളിവുകളോടെ വേദയുടെ അത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ദീപ്തിയെയും അറിയിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തെളിവുകളോടുകൂടി തന്നെ വാസവനെ പോയി കാണുകയാണ് നമ്മുടെ ദർശൻ. അങ്ങനെ വാസവന് മനസ്സിലാക്കാണ് കേട്ടോ നമ്മുടെ വിക്രത്തിന് യാതൊരുവിധ പങ്കും ഈ ഒരു കേസിലില്ല എന്ന് മനസ്സിലാക്കണം. വിക്രത്തിനെ മനഃപൂർവ്വം ഓരോരുത്തർ കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കളികളാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന വാസവൻ പിന്നെ വിക്രത്തിനെ വെറുതെ വിടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയാണ്. അതായത് ശ്രീകാന്തും ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെയും പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ശ്രീകാന്ത് കാലു പിടിച്ച് പറയുന്നൊക്കെ ഉണ്ട്, ഞാനല്ല, ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ്, ഞാൻ അവരുടെയൊക്കെ കൂട്ടുകാരാണ് എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ എനിക്ക് ഈ ഗൂഢാലോചനയിലൊന്നും ഒരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ആ കേസിൽ നിന്നും ഊരി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ ഇതിനെല്ലാം ശേഷം അവിടെ വേദയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് ഇരുവരും പരസ്പരം വളരെ സ്നേഹനിധിയായ ദമ്പതികളായിരിക്കും കേട്ടോ. കാരണം പരസ്പരം അടുത്തറിഞ്ഞ കുറച്ച് നിമിഷങ്ങളായിരിക്കും ഈ കടന്നു പോയിക്കൊണ്ടിരുന്നത് അവരുടെ ജീവിതത്തിൽ. അങ്ങനെ പിന്നീട് അവർ ഒന്നിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ് വിക്രം. ആരതി ഒഴിഞ്ഞ് തന്നെ വിക്രമിനെ വേദനെ സ്വീകരിക്കാൻ കേട്ടോ. ആ ഒരു സമയത്തും തെളിയാതെ നിൽക്കുന്നത് നമ്മുടെ നന്ദിനിയേട്ടത്തിൻ്റെ മുഖം മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെ ഇവർ വന്നതറിഞ്ഞ് അച്ഛമ്മയും ലാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം പിന്നീട് കുടുംബജീവിതം നയിക്കുന്ന വിക്രമിനെയും വേദനയും കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞത്. എന്തായാലും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.